റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറിനെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. എവിടെ പോണു? വെള്ളം കുടിക്കും. അത് കൊടുത്തിരുന്നോ? അത് കൊടുക്കാനുള്ള പരിപാടി തീർച്ചയായിട്ടും. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടി. അങ്ങനെയൊന്നും ഒരു ഇപ്പം എന്നോട് ഇങ്ങനെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു. വേറൊരു കുട്ടിയാണെങ്കിൽ ഈ മുട്ട ഇങ്ങനെ തന്നെ ചോദിക്കുകയല്ലേ? ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അങ്ങനെ പബ്ലിക് ചാനലിൽ ട്രയൽ പാടില്ല, മീഡിയയിലൊന്ന് പ്രത്യേകിച്ച് കോടതിയിൽ നിന്ന് ഉത്തരവുണ്ട്. അവള് പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട്. അപ്പൊ ഈ അരുൺ മുട്ട എങ്ങനെയൊക്കെ കിടന്ന് ചോദിച്ചാൽ അത് ഇച്ചിരി ഓവർ സ്മാർട്ട് അല്ലേ? ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂട്ടത്തിലാണ്. കുമാറിനോട് നീരസം പ്രകടിപ്പിച്ചിരുന്നോ നേരിട്ട്? ഞാൻ പറഞ്ഞു നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും, നിങ്ങളാരാ അഡ്വക്കേറ്റോ അതോ കോടതി ജഡ്ജോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, അവർ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പൊ തുടങ്ങി കഴിഞ്ഞല്ലേ? പിന്നെ വന്ന കുട്ടി ഇവിടെ എന്നെ ഇന്റർവ്യൂ ഇറങ്ങുന്ന കുട്ടിയോട് ഞാൻ പറഞ്ഞു, മേലിൽ ഇനി ഇങ്ങോട്ട് വന്നേക്കരുത് നിങ്ങൾ. നേരത്താണോ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ തോന്നി? റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ആരും വരണ്ട. കാരണം നമ്മളെ വിളിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ വന്ന് നമ്മളെ അപമാനിക്കുന്നത് ശരി, നമ്മൾ സത്യം തുറന്നു പറയുന്ന ഒരാളാണ്. നിങ്ങൾ ഈ പറയുന്നത് നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ അല്ലേ? അപ്പൊ അതിനെ കുറിച്ച് അവർ അതിന്റെ സത്യം എന്താണെന്ന് അറിയണം. അറിഞ്ഞിട്ട് വേണം ഓരോ കാര്യങ്ങൾ പറയാം. എന്നെ അറസ്റ്റ് ചെയ്യട്ടെ, കളിപ്പിക്കുമ്പോ ഒരു പുതുമ വേണ്ടേ? എന്തെങ്കിലും കാര്യത്തിൽ എന്നെ അറസ്റ്റ് ചെയ്തതിനു ശേഷം പറയട്ടെ, ഞാൻ ഐ വിൽ ബോ മൈ ഹെഡ്. അതിനു മുമ്പ് എന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഐ വിൽ ഫൈറ്റ് ആൻഡ് ഐ വിൽ ഗോ ടു എനി എക്സ്റ്റെന്റ്. ആളൊരു ഭയങ്കര തന്നെ. തീർച്ചയായിട്ടും അയാൾക്കെതിരെ നടപടി എടുക്കണം. ഞാൻ അതിന് കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്യും. കാരണം നാളെ വേറൊരു കുട്ടികളോട് ഇങ്ങനെയൊന്നും ചോദിക്കരുത്. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്.